കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം. ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, ഇന്ത്യയിലെ അറിയപ്പെടുന്ന നേത്രരോഗ വിദഗ്ധൻ. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ഡോക്ടർ, സഭ ഷെവലിയർ പദവി നൽകി അനുഗ്രഹിച്ച അൽമായൻ. ഇങ്ങനെ നിരവധി പദവികളും അംഗീകാരങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയ ഈ വ്യക്തിത്വം എന്റെ കുട്ടിക്കാലത്തിലൂടെ തന്റെ ഓർമ്മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ഇന്ന് ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന ഒരു നേത്രരോഗ ചികിത്സാ വിഭാഗമായി വളർത്തിയെടുത്തതിൽ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ പരിശ്രമങ്ങൾ വളരെ വലുതാണ്. എന്റെ കുട്ടിക്കാലത്തിലൂടെ തന്റെ ജീവിത ദർശനങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ ഇത് പ്രേക്ഷക മനസ്സിൽ നന്മയുടെ പ്രകാശം പരത്തുന്ന ഒത്തിരി ചിന്തകൾ ഉണർത്തും എന്നത് തീർച്ച. ഞാൻ ജനിച്ചത് മലേഷ്യയിലാണ്. എൻ്റെ 5ാമത്തെ വയസ്സിൽ എനിക്ക് തോന്നുന്നൊരു 1939 മറ്റോ ആണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ 2 സഹോദരിമാരും കൂടെ, ഇളയ സഹോദരിമാരും കൂടെ ഇന്ത്യയിലോട്ട് വരുന്നത്. അന്ന് കപ്പലുകളാണ്. അന്ന് സാധാരണ പ്ലെയിനുകളുടെ സഞ്ചരിക്കുന്നത് പ്ലെയിൻ തന്നെ കാര്യമായിട്ടില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ 5-6 ദിവസം കപ്പലിൽ വന്ന് മദ്രാസിൽ വന്നതിന് ശേഷം അവിടുന്ന് തീവണ്ടിയിൽ ട്രിവാൻഡ്രത്ത് വന്ന് തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അതിശയകരമായ ഒരു വാഹനമാണ് ഞാൻ അവിടെ കണ്ടത്. ഇവിടെ ഒന്ന് പറയുന്നത് കുതിരവണ്ടി എന്ന് പറയുന്നത്. അന്നൊക്കെ ഒന്നും കാറുകൾ വളരെ കുറവായിരുന്നു. മഹാരാജാവിന്റെ കാറിന് ഒരു 3-4 കാറ് അന്ന് എന്റെ ഓർമ്മയിൽ അന്ന് അവിടെ ഉള്ളൂ ട്രിവാൻഡ്രത്തൊക്കെ. അങ്ങനെ കുതിരവണ്ടി സവാരി ചെയ്താണ് ഞാൻ എൻ്റെ കുടുംബ വീട്ടിലെ, അതായത് ട്രിവാൻഡ്രത്ത് വള്ളക്കടവിന്റെ അടുത്ത് വലിയതുറയിൽ അവിടെയാണ് ഞങ്ങൾ വന്നത്. അത് ഒരു അനുഭവമായിരുന്നു. എപ്പോഴും ഓർക്കും കപ്പലിൽ കൂടെയുള്ള യാത്ര. അപ്പോൾ ഈ കുതിരവണ്ടി ഒരു പ്രത്യേകതരം കുതിരവണ്ടിയാണ്. ഇപ്പോഴൊന്നും നമ്മൾ കാണാറില്ല. അത് കുതിരത്തെ 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഇതും. അപ്പോൾ ചിലപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ കുതിര ഇങ്ങനെ മുകളിലോട്ട് ചാടുമ്പോൾ നമുക്ക് വീണ് പോകുന്നൊരു ഭയം. ഇന്നും അത് ട്രിവാൻഡ്രത്ത് അങ്ങനെ ഞാൻ കാണാറില്ല. അത് അങ്ങനെയാണ് ഞങ്ങളുടെ അവിടെ വന്നത്. എന്നെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ, ഞാൻ ചെറുപ്പത്തിൽ എന്നെ വിഷമിപ്പിച്ച ഒരു വലിയൊരു സംഭവമുണ്ട്. അത് ഒരു ഈസ്റ്ററിനായിരുന്നു. ഞങ്ങളെ അന്ന് ഈസ്റ്ററും ഞായറാഴ്ചയൊക്കെ ഞാൻ ഹൈസ്കൂളിലായിരുന്നു. ഹൈസ്കൂളിൽ ഒരു 10-12 വയസ്സോ മറ്റോ ആയിരുന്നു. അപ്പൊ സൈക്കിളിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് എപ്പോഴും. അപ്പോൾ ഞാൻ സൈക്കിളിൽ അവിടെ നിന്ന് പോയി പാളയത്ത് മാർക്കറ്റിൽ പോയി അന്ന് ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അതായത് അന്ന്
ഞായറാഴ്ചയാണ് ഞങ്ങളൊക്കെ ഇറച്ചി കഴിക്കുന്ന ദിവസം. അന്ന് കോഴിയോ അത് പിന്നെ പച്ചക്കറികളും എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്ന അവസരത്തിൽ വലിയ വള്ളക്കടവിന്റെ അവിടെ മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ താമസം. വള്ളക്കടവ് എന്ന് പറയും. വരാൻ നേരത്ത് ആരോ എന്നെ നിർത്തിയിട്ട് പറഞ്ഞു, അവിടെ പോലീസ് വാൻ ഓടുകയും ഭയങ്കര ബഹളമാണ്. ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഒരു മുസ്ലിമാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, മോനെ നീ സൂക്ഷിച്ചു പോകണം, ഇവിടെ വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്തെന്നറിയാതെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുഖമൊക്കെ തല്ലി തകർത്തിരിക്കുകയാണ്. ഞങ്ങളൊരു വലിയ വീടാണ്, 2 നില, ഗ്ലാസ് മുകളിലൊക്കെ തല്ലി തകർത്ത്. അപ്പോ അവിടത്തെ ഉള്ള ഒരാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, അതായത് മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരും തമ്മിൽ വലിയൊരു ബഹളം നടക്കുകയാണ്. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് അദ്ദേഹം വീട്ടിന്റെ അകത്താക്കി. അപ്പൊ എല്ലാം എൻ്റെ അമ്മയും മക്കളും പിന്നെ സഹോദരിമാരെല്ലാം ഇങ്ങനെ വിറച്ചിരിക്കുകയാണ്. എനിക്കെന്ത് പറ്റിയെന്നുള്ളതാണ് അവരുടെ ഇത്. എനിക്ക് ഒരു ഈസ്റ്റർ ഞായറാഴ്ചയാണ് അത് സംഭവിച്ചത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്ത് ഇതുപോലെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഒരു കുറ്റവും ചെയ്യാത്ത ആൾക്കാർ വെറുതെ അവരെ കൊല്ലപ്പെടുകയും വിഷമിപ്പിക്കുകയും ഉണ്ട്. ആ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അവരെന്തിനാണ് അവിടെ അടിയുണ്ടാക്കിയത്. പലർക്കും അടിയുണ്ടാക്കിയവർക്ക് പോലും അറിഞ്ഞുകൂടാ. അതൊരു എമോഷണൽ ഔട്ട്കം ആയിരുന്നു. എന്റെ പിതാവ് മലേഷ്യയിലായിരുന്നു. എന്റെ ട്രിവാൻഡ്രത്ത് ഞാൻ ചെറുപ്പത്തിലെ എന്റെ അമ്മയാണ് എന്നെ ഞങ്ങളെ വളർത്തിയതൊക്കെ. പകുതി കുടുംബാംഗങ്ങൾ അവിടെയാണ്, പകുതി പേര് ഇവിടെയാണ്. അന്നൊക്കെ ജീവിതത്തിന് വേണ്ടി ഇപ്പൊ ആൾക്കാർ ദുബായ് പോകുന്നതാണൊക്കെ. എന്റെ പാരന്റ്സും മലേഷ്യയിൽ പോയി, പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അവർ തിരികെ വന്നു. അന്നൊക്കെ മലേഷ്യയിൽ കോളേജുകളൊന്നുമില്ല. അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്. അപ്പോൾ അതിൽ അന്ന് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു അനുഭവം, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുടുംബമായിട്ടുള്ള പ്രാർത്ഥന, അത് വളരെ പ്രാധാന്യം കൊടുത്താണ്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് 8 മണിയാവുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥനയുണ്ട്. അത് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന അവസരത്തിലൊക്കെ അല്പം താമസിച്ചു പ്രാർത്ഥന സമയത്ത് ഇവിടെ വന്നില്ലെങ്കിൽ വലിയ സ്കൂളിൽ കോളേജിൽ പോകുന്ന ഇതാണെങ്കിലും അമ്മ നല്ല കമ്പിട്ട് നല്ല അടി ചെയ്ത് തരുമായിരുന്നു. അന്ന് കമ്പ് പ്രയോഗം വളരെ കോമൺ ആയിരുന്നു. അത് സമയത്തിന് വന്നില്ല, 8 മണിക്ക് പ്രാർത്ഥനയ്ക്ക് ഇല്ലെങ്കിൽ അത് അന്നത്തെ ഒരു വിഷമം പിടിച്ച ഇതാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പിന്നെ നല്ലൊരു ഉദാഹരണം എന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. എന്റെ അപ്പനും എന്റെ അമ്മയും അതുപോലെ. അതായത് സ്നേഹത്തോടുള്ള പങ്കുവയ്ക്കൽ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി. എന്റെ അപ്പൻ അവിടെ ഒരു ഡ്രസ്സറായിരുന്നു. ആശുപത്രിയിൽ. അവിടെ അന്നൊക്കെ ഡോക്ടർമാരില്ല. ഈ ഡ്രസ്സേഴ്സ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടുന്ന് ഒരുപാട് പേരെ അവിടെ കേരളത്തിൽ നിന്നും ബന്ധുക്കാരും അല്ലാത്തവരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അറിയാവുന്നവരൊക്കെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുകയും അവരെ ട്രെയിനിങ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു തവണ പോലും ആരെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ പുള്ളി കൊടുക്കാതിരുന്നിട്ടില്ല. പലപ്പോഴും
എൻ്റെ അമ്മയെ അല്ലെങ്കിൽ എൻ്റെ മൂത്ത സഹോദരൻ അവിടുത്തെ ഒരു വലിയ ഓഫീസറായിരുന്നു. ഇത് ഈ ഇന്റേണൽ ഓഡിറ്റ്, അതായത് ഇവിടുത്തെ ഇൻകം ടാക്സ് കമ്മീഷണർ പോലെ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ആയിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, എന്തിനാ വെറുതെ എല്ലാവർക്കും കടം കൊടുക്കുകയും ഇത് കൊടുക്കുകയും ചെയ്യരുത്. അപ്പൊ എൻ്റെ അപ്പൻ എപ്പോഴും പറയുമായിരുന്നു, നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്. 1 കൊറിന്തോസിൽ പറയുന്നത്, നിനക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത്? ദാനമായി നിനക്ക് കിട്ടിയതല്ലാതെ നിനക്ക് എന്താ ഉള്ളത്? അതുപോലെ ദൈവം തന്നതെല്ലാം ദാനമാണ്. അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അങ്ങനെ ഒരു വലിയൊരു ഒരു ചിന്താഗതി എന്നിലുണ്ടാക്കിയത് എൻ്റെ അപ്പൻ്റെ പ്രവൃത്തികളാണ്. പലപ്പോഴും പലരും ഒരുപാട് കാശൊക്കെ വാങ്ങിച്ച് പറ്റിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കണക്കൊക്കെ വയ്ക്കുമ്പോൾ എൻ്റെ ബ്രദർ ഭയങ്കര കണക്കിന് വളരെ ഇതാണ്. പുള്ളി ഇൻകം ടാക്സ് ആയിരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും അവിടെ മലേഷ്യയിൽ പോകുമ്പോൾ ഇത് കേട്ടിട്ടുണ്ട്. ദൈവം പറയും, അവർ പറ്റിച്ചാലും നമ്മൾ അവന് ആവശ്യത്തിന് നമ്മൾ കൊടുത്തു, അവൻ നമ്മളെ പറ്റിച്ചു. പക്ഷെ ദൈവം അതിൽ നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാക്കില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇത്. ഇത് നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഞാൻ ധാരാളം സ്വപ്നം കാണുന്നൊരു മനുഷ്യനായിരുന്നു. സ്വപ്നം കാണുന്ന മാത്രമല്ല, അതെന്തെങ്കിലും അതേപോലെ ചെയ്യണം എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ്. അതിലൊക്കെ ഞാൻ എപ്പോഴും പലരോടും പറയാനുണ്ടായിരുന്നു, വി മസ്റ്റ് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്. ഞാൻ ഇംഗ്ലണ്ടിലും പല വലിയ ആശുപത്രികളിലൊക്കെ ജോലി ചെയ്ത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കണ്ണിന്റെ ഈ ട്രീറ്റ്മെന്റില് കേരളം പ്രത്യേകിച്ച് വളരെ പിന്നിലാണെന്ന് എനിക്ക്. ഞാൻ നേരെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട് മധുരയിലാണ് ആദ്യം വന്നത്. മധുരൈ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആദ്യമായിട്ട് ഞാൻ കോങ്കണ് ഡിപ്പാർട്ട്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവിടെ നടത്തിക്കൊണ്ടിരുന്ന ഐ ക്യാമ്പുകൾ എനിക്ക് നല്ല പ്രചോദനം തന്നായിരുന്നു. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലൊക്കെ ഞങ്ങൾ പോവും. ധാരാളം പാവപ്പെട്ട ആളുകളെ ഓപ്പറേഷൻ ചെയ്യും. അവിടെ വെച്ചാണ് കണ്ണുദാനത്തിന്റെ ഒരു ഇത് തുടങ്ങുന്നത്. കണ്ണുദാന ട്രാൻസ്പ്ലാന്റേഷൻ, ഐ ബാങ്ക്, ഇതൊക്കെ ഞാൻ അവിടെ എന്റെ അറിവിനെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യണം. അതിനെനിക്ക് ഏറ്റവും സഹായവും ചെയ്തത് അവിടുത്തെ പ്രൊഫസറായിരുന്ന ഡോക്ടർ വെങ്കടസ്വാമിയാണ്. അപ്പൊ എന്തോ കുറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, അവിടെ 5 വർഷത്തെ കഴിഞ്ഞതിന് ശേഷമാണ് അങ്കമാലി വരുന്നത്. അങ്കമാലി എന്നത് കുഗ്രാമമായിരുന്നു. ഒരു ചെറിയ ആശുപത്രിയാണ്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോ എനിക്ക് ഇതിന്റെ പിന്നിൽ നിന്ന് ഇവിടെ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെന്റ് വിപുലീകരിച്ച് നടത്തണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വന്ന് നല്ല ശമ്പളം കിട്ടി സുഖമായിട്ട് ജീവിച്ച് സ്വന്തമായ കാര്യങ്ങൾ ചെയ്ത് നടത്തുന്ന സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. കൂടുതൽ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്തു പോയി എന്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് എനിക്കത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു. ചെയ്യുമ്പോൾ യു ഹാവ് ടു ഡു ടു ദ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി. അങ്ങനെ എനിക്കൊരു ഫിലോസഫി ഉണ്ട്. വാട്ട് എവർ യു ഡു, യു ഹാവ് ടു ഡു ടു യുവർ ബെസ്റ്റ് ഓഫ് യുവർ എബിലിറ്റി ആൻഡ് യു പ്ലാൻ ഇറ്റ് സംതിങ്. അതായത് നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട
പിന്നെ ദൈവം എല്ലാം നിന്ന് നോക്കിക്കൊള്ളും. ഇറ്റ് വാസ് എ ഗൈഡൻസ് ഫ്രം ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിൻ്റെ ആ ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് ഐ ബാങ്കാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ ഐ ബാങ്ക് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാവരും പുച്ഛിച്ചിരിക്കും. ഇവിടെ വലിയ ആശുപത്രികളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ തന്നെ ഐ ബാങ്ക് തുടങ്ങാൻ പറ്റും. പക്ഷെ എന്തായാലും ആളുകളുടെ സഹായവും ഇതൊക്കെ വന്ന് എനിക്ക് ധാരാളം ആൾക്കാരെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. ഈ ഐ ബാങ്കോട് കൂടിയ ഒരുപാട് അവിടുത്തെ പിന്നെ ഇൻഡസ്ട്രിയലിസ്റ്റും അവിടുത്തെയുള്ള ചുറ്റുപാടും വലിയ ആൾക്കാരൊക്കെ എന്നെ സഹകരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടൊരു പ്രൈവറ്റ് സെക്ടറിൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയോടെ അത് അനുബന്ധിച്ച ഒരു ഐ ബാങ്കാണ് തുടങ്ങിയത്. പിന്നെ ഞാനിവിടെ തുടങ്ങിയത് പാവങ്ങൾക്ക് വേണ്ടി ഈ ക്യാമ്പുകളാണ്. ഈ ഐ ക്യാമ്പ് എന്ന് പറയുന്നത് ഞാൻ അവിടുന്ന് മധുരയിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾ അന്ന് എല്ലാം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഐ ക്യാമ്പ്. അപ്പൊ ഇത് കേരളം മുഴുവൻ അറിഞ്ഞിട്ട് ആൾക്കാരിവിടെ അങ്കമാലി വരികയായിരുന്നു. അന്നൊക്കെ അങ്കമാലി മാത്രമേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാവുന്ന ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇംഗ്ലണ്ടിലുള്ള പോലെ തന്നെ. പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ പിന്നെ പുറത്തുപോയി. പിന്നെ ഈ ഇവിടെ അന്നൊക്കെ ഭയങ്കര പ്രയാസമാണ്, ഇൻസ്ട്രുമെന്റ്സ് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ലൈസൻസ് വേണം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ 120 മുതൽ 150 രൂപ വരെ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. ചില ആൾക്കാരെയൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൊണേഷനായിട്ട് അവിടുന്ന് കുറെ ഇൻസ്ട്രുമെന്റ്സും ഈ ആധുനിക ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉണ്ടാക്കി ഐ ബാങ്ക് തുടങ്ങി, ക്യാമ്പുകൾ തുടങ്ങി. അത് അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ പ്രസിദ്ധമായത്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പാവങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിച്ചാൽ, ഇപ്പൊ ഒരു വലിയ കാശുകാരൻ വന്ന് കണ്ണ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് പുറത്ത് നിന്ന് ഞാൻ അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യുമെന്ന് പറയാറില്ല. പാവങ്ങൾ വന്ന് സൗജന്യമായിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്തു, ക്യാമ്പുകളിൽ പോയി കണ്ടു, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവൻ അവിടെ ചെന്ന് എല്ലാ ചായക്കടയിലും കള്ളുകടയിലും ഒക്കെ അവൻ പറയും, ഞാൻ ഇവിടുന്ന് പോയി അങ്കമാലിയിൽ പോയി കണ്ണ് ഓപ്പറേഷൻ ചെയ്തു, ഒരു പൈസയും കൂടാതെ. അങ്ങനെ ഒരു പ്രൊപ്പഗൻഡ, അതായത് നമ്മുടെ സേവനത്തിൽ പാവങ്ങൾ, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്തെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത ദൈവത്തിന്റെ ഒരു ആദ്യമാണ്. നിങ്ങളുടെ ആ പാവങ്ങളിലാണ് നിങ്ങൾ ദൈവത്തെ കാണേണ്ടത്. ശരിയായുള്ളൊരു സ്വപ്നം വേണം. ആ സ്വപ്നത്തിന് നമ്മൾ വളരെയധികം വർക്ക് ചെയ്യണം, പ്രയത്നം വേണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ കാശിന് വേണ്ടിയുള്ള ഇത് അത്യാഗ്രഹം, ആഗ്രഹമല്ല അത്യാഗ്രഹം നമുക്കില്ലാതായിരിക്കണം. പിന്നെ സ്നേഹത്തോടുള്ള പങ്കുവയ്ക്കൽ, ഇത് ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, നമ്മുടെ മനസ്സിന് സമാധാനമുണ്ട്. ആവശ്യത്തിനുള്ള കാശ്, നമുക്ക് സ്വന്തമായി ജീവിക്കാനുള്ള കാശ് ദൈവം കൊണ്ടുതരും. ഒരു ആത്മീയത ഇതിൽ ഉണ്ടാകണം. പലർക്കും എന്നോട് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയത, ഏത് റിലീജിയനായാലും ഒരു ആത്മീയമായിട്ടുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. ശരിയും തെറ്റും തിരിഞ്ഞെടുത്ത് തെറ്റായതൊന്നും ചെയ്യാതിരിക്കുക. ചിലപ്പോ പറയും, ഒരു 10 കള്ളം പറഞ്ഞാൽ ഇപ്പൊ ഒരു കള്ളം പറയുന്നത് തെറ്റാണ്. ഞാൻ പലപ്പോഴും പിള്ളേരോട് പറയും, ഡോണ്ട് ടെൽ എ ലൈസ്. ഒരു കള്ളം പറഞ്ഞാൽ 10 കള്ളം പറയേണ്ടി വരും അത് രക്ഷപ്പെടാൻ. എന്റെ മക്കൾ പല സ്കൂളിൽ പോകുമ്പോൾ ഞാൻ 1-2 തവണ പറഞ്ഞിട്ടുണ്ട്, ഈ പഠിക്കാനെന്ന് പറഞ്ഞിരുന്നത് സ്കൂളിൽ പോകാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ
ഹി വാസ് നോട്ട് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എൻ്റെ കൊച്ചുമോള് ഇടയ മോള് ഭയങ്കര കരച്ചിലായി. അവിടെ ഇത് കൊണ്ടുപോയ സിസ്റ്റർമാർ ഞങ്ങളെത്തല്ലോ, കൊച്ചുകുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കള്ളം പറയില്ല, പക്ഷേ ഡ്യൂ ടു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റൻസസ് ഷീ കുഡിൻ കം എന്ന് ഞാൻ പറഞ്ഞു എഴുതി കൊടുത്തു. അപ്പോൾ സിസ്റ്റർമാർ അത് എന്താണെന്നൊന്നും വായിച്ചൊന്നുമില്ല. അങ്ങനെ അവൾ രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് മുതൽ അവള് പിന്നെ പറയില്ല, എൻ്റെ അടുത്ത് വരില്ല. അറിയാം ഡാഡി അത് എഴുതി കൊടുക്കില്ല. അത് പലപ്പോഴും നമുക്ക് കള്ളം പറയാതിരിക്കാനായിട്ട് ഇപ്പൊ ചിലപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ചില കാര്യം പറയാനുണ്ട്, അത് കള്ളം പറയാതെ തന്നെ അത് അവോയ്ഡ് ചെയ്യാനുള്ളത്. ഇതുവരെ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം. ഉള്ള സത്യം പറയാ, കള്ളം പറയാ, അത് തന്നെ വലിയൊരു ഇതായിരിക്കും. അപ്പൊ പല കാര്യങ്ങളിലും അവർ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ മടിക്കും. അത് എനിക്കൊരു ഞാനത് ആരെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഇത് കണ്ടുപിടിക്കും. അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നത്. അത് വളരെ ഒരു അത്യാവശ്യമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ സാധാരണ പറഞ്ഞപ്പോൾ എന്ത് പറ്റിയത്, അത് വഴി വെച്ചൊരു സംഭവം ഉണ്ടായി, ബ്ലോക്കായിരുന്നു, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാതെ പലരും. ചിലപ്പോൾ നമുക്കറിയാം അത് കള്ളമാണ്. ഇത് നമ്മുടെ നാട്ടിലൊരിതാണ്. അസത്യം എല്ലാ ജീവിതത്തിലും കൈക്കൂലി ഇതിലൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ കള്ളം പറയുന്നതും കള്ളം പറഞ്ഞ് ജീവിക്കുന്നതും ഒരു വേ ഓഫ് ലൈഫായിട്ടുണ്ട്. അത് നമ്മൾ മാറ്റണം. അതാണ്. ഡോക്ടറെ കോൺഫറൻസിന് പോവാണോ? അതെ, ഡോക്ടറിന്റെ പിന്നെ ഹോട്ടൽ ഞങ്ങൾ ബുക്ക് ചെയ്യട്ടെ? ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ സാറേ 5 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ ബുക്ക് ചെയ്യും. എത്രയോ വർഷം ഞാൻ കോൺഫറൻസിൽ പോയിട്ട് 23 വർഷമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു മനുഷ്യരോടും, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസിദ്ധനായ കോളേജാണ് മണിപ്പാൽ മെഡിക്കൽ കോളേജ്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതാണ്. ആ കോളേജിലെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ. ഞങ്ങൾക്കൊക്കെ വളരെ വിഷമം പിടിച്ച ഒരു സമയങ്ങളായിരുന്നു അതൊക്കെ. ചിലരൊക്കെ അവസാനം വിട്ടുപോയി, ഇത് നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തു. അപ്പൊ ഇതൊക്കെ ദൈവം ഒരുക്കി തന്നതാണ്.